യെസ്. ഞങ്ങളുടെ കല്യാസയാത്രയെക്കുറിച്ച് ഞങ്ങൾ പറയണല്ലോ. ഞങ്ങളിപ്പോൾ നേപ്പാളിൽ തന്നെയാണ്. ഞങ്ങൾ ബോർഡർ എത്തിയിട്ടില്ല. ബോർഡർ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ സ്റ്റേ ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തു, റൂം എടുത്തിട്ട്. ഞങ്ങളിതിപ്പോൾ രാവിലെയായി. ഇപ്പം ഞങ്ങൾ വേറെ കെയർഗോ എന്താണ് അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്ക് പോകണം. നേപ്പാൾ ബോർഡർ കഴിഞ്ഞിട്ട് വേറെ ഏതോ സ്ഥലത്തേക്കാണ്. അത് ആ പേര് എനിക്ക് അത്ര ക്ലിയറായിട്ട് അറിയുന്നില്ല, ഞാനത് പറയാം. പിന്നെ ഞങ്ങൾ കൈലാസയാത്രയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലഗേജ്, പെട്ടി, ബാഗൊക്കെ ഞങ്ങൾ താമസിക്കുന്ന ആ ഹോട്ടലിൽ തന്നെ വെക്കേണ്ടി വരും. റൂമിലല്ല, അവർ സ്റ്റോർ കീപ്പറിൽ വെക്കും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ഞങ്ങൾ ട്രക്കിങ്ങിൻ്റെയും കൈലാസയാത്രയ്ക്കും പോകുന്ന മെയിൻ ഈ കുറച്ച് 6-7 ദിവസത്തേക്കുള്ള ഡ്രസ്സസും സ്വെറ്റേഴ്സും സോക്സും അത് നമ്മൾ എന്തൊക്കെയാണോ കൊണ്ടുവന്ന് അത് ഈ അവർ തരുന്ന ബാഗിലോട്ട് വെക്കണം. കാരണം ഞങ്ങളുടെ പെട്ടി സൂട്ട് കേസൊന്നും അവർ അവിടേക്ക് അലോഡല്ല, അത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവർ ഈ ബാഗിലേക്ക് തന്നെ ബാഗ് കാണിച്ചു തരാം. ഇതാണ് ബാഗ്. ഇങ്ങനത്തെ 2 ബാഗ്. ഇതിൽ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാവും. ഈ നമ്പർ ഇങ്ങനെ ഓരോ ബാഗ് കംപ്ലീറ്റ് നാട്ടിൽ നിന്ന് കൊണ്ട് നമ്മൾ സ്നാക്സും പ്രോട്ടീൻ ബാറും ഷേക്കും പിന്നെ എന്താ പറയുക ഞങ്ങളുടെ ഫയൽസ് എന്തൊക്കെ അതിൽ വെക്കുക, പിന്നെ ഫ്ലാസ്ക് അത് ഇത് അതൊക്കെ ഞാൻ എന്തൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ വേറെ ഇതിൽ പറയാം. നമുക്ക് ആവശ്യമുള്ള നമ്മൾ കൈലാസയാത്രയ്ക്ക് കൊണ്ടുവന്ന സകലതും എൻ്റെയും വിസ്മയുടെയും ബാഗും വേറെ വേറെ അവരാൻ്റെ ബാഗിൽ സെപ്പറേറ്റ് വെക്കുക. ഇതിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇത് അവരെടുക്കുള്ളൂ. ഈ ബാഗിലാണ് അവർ കൊണ്ടുപോകുള്ളൂ. കൈലാസയാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേപ്പാളിൽ എത്തും വരെ ഈ ബാഗായിരിക്കും. ഈ ബാഗിലാണ് നമ്മുടെ എല്ലാ സകല കാര്യങ്ങളും ആവശ്യത്തിന് എടുക്കുക. നമ്മളിപ്പോൾ 6-7 ദിവസത്തേക്കുള്ള ഡ്രസ്സ്, ഇപ്പം നമ്മളിപ്പോൾ മാക്സിമം നമ്മൾ ലഗേജ് കമ്മിയാക്കുക ഡ്രസ്സസൊക്കെ. അതായത് നൈറ്റ് ഡ്രസ്സ് കൊണ്ടുവരിക. ഞാൻ ഒരിക്കലും ഒരു ചുരിദാർ എവിടെയും കൊണ്ടുവന്നില്ല. കംഫർട്ടായിട്ടുള്ളത് ഇങ്ങനത്തെ ടീഷർട്ടൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ലൂസ് പാൻറ്റ് പോലത്തെ. നമ്മൾ വീട്ടിലെടുക്കുന്ന ഡ്രസ്സ് മാത്രം മതി. ഇതിന് വേണ്ടി നിങ്ങൾ പൈസ കൊടുത്ത് ഒരുപാട് നിങ്ങൾക്ക് മൊബൈലിലേക്കൊക്കെ ഫോട്ടോസ് എടുക്കണം പറഞ്ഞാൽ അങ്ങനത്തെ ഓക്കെ, കുറച്ചും കൂടി കാഷ്വൽ ആയിട്ടുള്ള നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വന്നാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വീട്ടിലിരുന്ന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ട്രാവലിംഗ് ആണ് ബസ്സിലും എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഇതിട്ട് പിന്നെ മിക്കതും തണുപ്പ് കൂടി കഴിഞ്ഞ് സ്വെറ്റർ ഇടേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സ് പുതിയതെടുത്ത ഡ്രസ്സൊന്നും വെളിയിൽ കാണില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രം കൊണ്ടുവരിക. വണ്ടിയിലായിരിക്കും കംപ്ലീറ്റ് അവരുടെ ബസ്സിലായിരിക്കും നമ്മൾ ഫുൾ പോവുക. അപ്പോൾ അതിൻ്റെ മേലെ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിലപ്പോൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തണുപ്പാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുതയ്ക്കുക, ചിലപ്പോൾ സ്വെറ്റേഴ്സൊക്കെ വരും. ഞാനിതാ ജസ്റ്റ് ഒരു ടർക്കി ഇങ്ങനത്തെ ഒന്നും എടുത്തിട്ട് പുതയ്ക്കാനും ഇതിന് മാത്രം. അത് ഓരോരുത്തർ കംഫർട്ടബിൾ പോലെ നമുക്ക് എങ്ങനെയാണോ തണുപ്പ് സഹിക്കാൻ പറ്റുന്ന അതുപോലെ സ്വെറ്റർ നമുക്ക് ഇടാം, ഇവിടെ നങ്ങിടും. അപ്പോൾ ലഗേജ് ഇന്നിട്ട ഡ്രസ്സ് വേർക്കൊന്നും ഇല്ലല്ലോ, നമുക്ക് അത്ര മുഷിയലൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് ഒരു മാക്സിയോ നൈറ്റ് ഡ്രസ്സോ ലേഡീസിൻ്റെ കാര്യമോ പറഞ്ഞാൽ, ജെൻസിനെ പിന്നെ അറിയാമല്ലോ, ജസ്റ്റ് ഒരു ബർമുടയും രാത്രി അത് മാത്രമായിട്ട് കിടന്നാൽ മതി, സ്വെറ്റർ ഇട്ടിട്ട് ജസ്റ്റ് അങ്ങനെ. നമ്മൾ പിന്നെ ഇന്നർ വെയർ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വ്ളോഗിൽ കംപ്ലീറ്റ് പറയാം. ഇന്നേഴ്സ് എങ്ങനത്തെയാണ് എന്തൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിച്ചെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ആസ് യൂഷ്വൽ പറയാം, ഇതൊക്കെ ഇടുക. പിന്നെ നമ്മൾ തണുപ്പുണ്ടെങ്കിൽ തെർമൽ വെയർ സോക്സ് ഉപയോഗിക്കാം. ഷൂസ്, ഓപ്പൺ ഷൂസ് ഉണ്ടാവില്ല, അത് വേണമെങ്കിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് പോവാം. ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ വെളിക്കിടുന്ന ചെരുപ്പിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ബാഗിൽ സെപ്പറേറ്റ് ആക്കുക അവർ. പിന്നെ ചെറിയ ബാഗ് എന്തിനാണ് ഓറഞ്ച് കളർ ബാഗ് എന്ന് വെച്ചാൽ അവരുടെ കോഡാണ് അത്, ഓറഞ്ച് കളർ. ഞങ്ങൾ പരിക്രമത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നമുക്ക് ചോയ്സാണ് പോണി പോട്ടർ പ്ലസ് പോണി മാൻ. 3 പേർക്കാണെങ്കിൽ അതിൻ്റെ യുവാൻ കൊടുക്കണം. യുവാൻ മണി, അവർ എത്രയാണ് യുവാൻ, ആ യുവാൻ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മണിയൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ചോയ്സാണ്, നമുക്ക് പോട്ടർ മാത്രം മതി, പോണി വേണ്ട, പോണി മാനും വേണ്ട, പോട്ടർ മാത്രം മതി. അപ്പോൾ പോട്ടർ നമ്മുടെ ഈ ബാഗ് ഞാൻ കാണിച്ചെന്ന ആ ഓറഞ്ച് ബാഗ് അവർ മാക്സിമം 5 കിലോ അവർ തൂക്കുള്ളൂ നമ്മൾ പരിക്രമ സമയത്ത്. അപ്പോൾ ആ ബാഗിനുള്ളിൽ നമ്മൾ മെഡിസിൻസ്, പരിക്രമം ചെയ്യുന്ന സമയത്ത് നമുക്ക് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഗ്ലൂക്കോസ്, പിന്നെ ഫ്ലാസ്ക്, വെള്ളം, പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇതുണ്ടാവില്ലേ ഡിസ്പോസിബിൾ പാൻറ്റീസ്, നമുക്ക് ഡിസ്പോസിബിൾ അതുപോലെ ഈ നാപ്കിനും വലിയവർക്ക് വിടും, അതൊക്കെ ഞങ്ങൾ വാങ്ങണേ. നാപ്കിനൊക്കെ വാങ്ങിയിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഇടുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു പാൻറ്റ്, ഒരു ടീഷർട്ട് മാത്രം വെക്കാണ്ട് ഒരു 4-5 കിലോ അവർ തൂക്കുള്ളൂ.
പിന്നെ പിന്നെ മെഡിസിൻസ്, സകല മെഡിസിൻസും അതിലുണ്ടാകും. നമ്മൾ കഴിക്കുന്ന എന്ത് ഷുഗറിൻ്റെ ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ വരുന്നവരുടെ മെഡിസിൻസ്, ഹോമിയോ ആണെങ്കിലും പിന്നെ നമ്മൾ അവർ തരുന്ന മെഡിസിൻസ്, ഡയമോക്സിൻ പറഞ്ഞൊരു ഗുളികയുണ്ട്, അതൊക്കെ നമ്മൾ കഴിക്കണം, അതൊക്കെ അവർ തരും. പിന്നെ നമുക്ക് ഇൻസ്റ്റ കോഫി പൗഡർ, നമുക്ക് പെട്ടെന്ന് ചുടുവെള്ളത്തിൽ കോഫി എല്ലാം കൂടി ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കോഫി പൗഡറോ ടീയോ ആണെങ്കിൽ അതിൽ കലക്കിയിട്ട് നമുക്ക് അതും വെക്കാം. അതിൽ ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിശക്കാണ്ടിരിക്കാൻ വേണ്ടി കുഞ്ഞു കാര്യങ്ങൾ ഒരുപാട് നല്ല 3 ദിവസം പരിക്രമമാണ്. അങ്ങനത്തെ ഉള്ള ഒരു 6 കിലോ അവർ വെക്കുള്ളൂ, വേറെ ഒന്നും അവർ തൂക്കില്ല. ഇത് തൂക്കാനാണ് അവരുടെ ആ ബാഗ്. ഓക്കെ, ആ ബാഗ് അതിനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അവർ കേൾക്കും. നമ്മുടെ കയ്യിൽ ഓൺലി സ്റ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് അവർ കൈ തൂക്കാൻ വേണ്ടിയിട്ട് അവരുടെ നമ്മുടെ ഈ ടീമിൻ്റെ കോഡാണ് ഈ ഓറഞ്ച് കളർ. അതിൽ അവരുടെ ടീമിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അവരുടെ നമ്മൾ ടച്ച് കൈലാഷിൻ്റെ കൂടെയാണ് പോകുന്നത്. അത് ഹിമശൃംഗ ടീം. ഞങ്ങൾ കേരളത്തിൽ നിന്ന് 5 പേരുള്ളൂ. അവരുടെ ഗ്രൂപ്പ് ശരിക്കും ജൂൺ പിന്നെ ഓഗസ്റ്റിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ അതിലല്ല. നമുക്ക് ചിലവർക്ക് ഇത്രയും നേരത്തെ പോകണം പറഞ്ഞപ്പോൾ ഞാനും മെയിലേക്ക് ആയതുകൊണ്ട് ഞങ്ങൾ 5 പേര് ഹിമശൃംഗ കൈലാഷ് ടീം വന്നിട്ട് ഈ ടച്ച് കൈലാഷിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് തന്നാണ്. അതാണ് അവർ 19 പേര്. ഞങ്ങൾ എല്ലാവരും കൂടി 19 പേര്, മൊത്തം 19 പേരാണ് കേട്ടോ. 19 people 19. അപ്പോൾ ഞങ്ങളും കൂടി ഉൾപ്പെടെ ഞങ്ങൾ കേരളത്തിൽ നിന്നാകെ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പോൾ ഹിമശൃംഗ ടീമാണ് നമ്മളതിനെ ടച്ച് കൈലാഷായിട്ട് ലിങ്ക് ചെയ്ത് തന്നിക്കണം. ശരിക്കും ഹിമശൃംഗയുടെ കൂടെ പോവുക. അവരെന്നെ നമ്മളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ ഹിമശൃംഗ ടച്ച് കൈലാഷായിട്ട് നമ്മുടെ ഹിമശൃംഗേനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ടച്ച് കൈലാഷിൻ്റെ കൂടെ എല്ലാം നമുക്കുള്ള ഫെസിലിറ്റീസും ഒക്കെ ഹിമശൃംഗയാണ് ചെയ്തു തരുന്നത്. ഹിമശൃംഗയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് തരാം. അവരെ വിളിക്കാം. സൂപ്പർ അഫോർഡബിൾ റേറ്റും കൂടിയിട്ടാണ്. എല്ലാം ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയാണ് കേട്ടോ. ഒരു കുറവ് നമുക്ക് അവരാക്കി തരില്ല. എല്ലാം ഫുൾ പാക്കേജ് ആയിട്ട് അവർ നല്ല വൃത്തിക്ക് നമ്മളെ ഹിമശൃംഗ ടീം കൊണ്ടുപോകുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ടച്ച് കൈലാഷിനെ കൂടെ ഒന്ന് ജോയിൻ ലിങ്ക് ആക്കി തന്നു. ഇപ്പം നമ്മൾ വാട്സപ്പൊക്കെ ലിങ്ക് ചെയ്യില്ലേ നമ്മുടെ ജിമെയിലൊക്കെ, അതേപോലെ ഒരു ലിങ്കാണ് ടച്ച് കൈലാഷ് ഹിമശൃംഗ ഒന്ന് നമ്മളെ അന്ന് ജോയിൻ ചെയ്ത് തന്നു. നല്ല ആൾക്കാർ, എന്തും നല്ല ആൾക്കാർ. ആകെ 19, നമ്മൾ ഉൾപ്പെടെ 19 പേരേയുള്ളൂ. ഒരു തിരക്കോ ഒരു ഇതുമില്ല. ഫുൾ കാം ആൻഡ് സൈലൻറ്റ് പീപ്പിളാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. കുറച്ച് ഏജ് പീപ്പിളാണ്. നന്നായിട്ടുണ്ട്. ഒരുപാട് റഷായിട്ടുള്ള ആൾക്കാരുടെ കൂടെയോ ഒരുപാടൊന്നുമില്ല. സോ നമുക്ക് സേഫാണ്. അങ്ങനെ അവരാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഹിമശൃംഗയെ കോൺടാക്ട് ചെയ്യുക. അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ആ ഗ്യാരണ്ടി തരണം. നിങ്ങൾക്ക് സേഫായിട്ട് പോയിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ അതോടെ കുറേ ടീമുണ്ടാവും, പക്ഷേ ഞങ്ങൾക്ക് 4 പേർക്കും ഈ ഞങ്ങളുടെ കൂടെ വരുന്ന ഈ ടച്ച് കൈലാഷിൻ്റെ കൂടെ വരുന്നവരൊക്കെ നല്ല കാമൻ, നല്ല പീസ്ഫുള്ളാണ്. ഒരു ഹറി ബറി ഒന്നുമില്ല കേട്ടോ. ഹറി ബറി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എല്ലാം നമ്മൾ എന്ത് ചോദിച്ചാലും അവരെല്ലാം ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. നല്ല ഹെൽപ്ഫുള്ളാണ് നമുക്ക് എന്താ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഹിമശൃംഗ കൈലാഷ് ടീമിനെ കോൺടാക്ട് ചെയ്യുക. അവരായിട്ട് ഡിസ്കസ് ചെയ്യുക. അവരെല്ലാ ഫെസിലിറ്റീസും ചെയ്തു തരും. നമ്മൾ മുക്തിനാഥും കൂടി പോകുന്നുണ്ട്. ഹിമശൃംഗ ടീം ഞങ്ങൾ മുക്തിനാഥിനും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ അതും കൂടി ഫുൾ പാക്കേജാണ്. അപ്പോൾ ഞാനത് നിങ്ങളുടെ ആ നമ്പർ ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് ആ ചെറിയ ബാഗ്. ഈ 2 ബാഗും ഞങ്ങളപ്പോൾ കൈലാസിലേക്ക് പോകുമ്പോൾ ഈ 2 ബാഗ്, ഈ ചെറിയ ബാഗും, ഇത് എനിക്ക് മോൾക്ക് ചെറിയ ബാഗ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ 2 കുഞ്ഞ് ബാഗുണ്ട്. എല്ലാവർക്കും ഓരോ ബാഗ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓരോ ബാഗിൽ നമ്പേഴ്സ് ഉണ്ടാവും. ആ നമ്പേഴ്സ് നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുത്ത് നോട്ട് ചെയ്ത് വയ്ക്കാം. അവർ ലഗേജൊക്കെ എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഈ നമ്പറാണ് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞാൽ ആ നമ്പർ നോക്കി ബാഗ് നോക്കിയിട്ടാണ് ഞങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നത്. അപ്പോൾ ഇനിയും ഞാൻ ഈ കൈലാഷിനെ കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വേറൊരു വീഡിയോ, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി, എന്തൊക്കെ വാങ്ങിച്ചു, എങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ പറയും. എമൗണ്ട് മാത്രം എന്നതിൽ വെളിപ്പെടുത്തില്ല. അത് നിങ്ങൾ നേരിട്ട് വിളിച്ച് അന്വേഷിക്കുക തന്നെ വേണം. ഞങ്ങൾക്ക് അതിലുള്ള അനുവാദം ഇല്ല. നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിക്കുക എത്ര എമൗണ്ട്, നിങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അവരോട് നേരിട്ട് വിളിച്ച് ചോദിച്ച് നിങ്ങൾ കൺഫേം ചെയ്യുക. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്കും റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട. എത്രയാണ് വലിയൊരു ഇതാണെന്ന്. പക്ഷേ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നമുക്ക് അഫോർഡബിൾ ആണ് കേട്ടോ. ഒരിക്കലും പേടിക്കരുത്. നിങ്ങൾക്ക് പോവാം, വരിക, മാക്സിമം കാണാൻ ശ്രമിക്കൂ.
കാണാൻ ശ്രമിക്കുക എന്നല്ല, അറിയാലോ ഈ ഡിവൈൻ നമ്മൾ 6 ചക്രാസും കൂടി നിൽക്കുന്ന ഒരേ ഒരു മൂർത്തി അർദ്ധനാരീശ്വരായിട്ടിരിക്കുന്ന കുടുംബസമേതം ഇരിക്കുന്ന ശിവനും ശക്തിയും മുരുകനും ഗണപതിയും എല്ലാവരും കുടുംബത്തോടെ ഇരിക്കുന്ന കൈലാസ മാനസരസ്. ഓക്കെ, അറിയാലോ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം ആരാണ്. കൈലാസ മാനസരോവർ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച നദി മാനസരസ്. പിന്നെ കൈലാസത്തു നിന്നാണ് 4-5 നദി ഒഴുകി വരുന്ന. അതിൽ സത്ലജ് നദി മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ബാക്കിയൊക്കെ ഞാൻ അവിടെ പോട്ടെ, ബാക്കി പറയാം. സോ സ്റ്റേ ട്യൂൺ, ബാക്കിയെല്ലാം വരും വഴിയെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പോട്ടെ, നേരമായി, താഴോട്ട് പോട്ടെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലഗേജൊക്കെ അവരെടുത്തിട്ട് പോകും, നമ്മൾ പോകണം. ബൈ. ഹര ഹര മഹാദേവ്, ജയ് ശ്രീരാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ്സോ. ഞങ്ങളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഫ്രഷായി ഇവിടെ ഫുഡ് കഴിക്കുകയാണ്. എന്ത് ഫുഡാണെന്നറിയില്ല, എന്തോ സ്റ്റഫ്ഡ് ചപ്പാത്തി എന്തോ ആണ് തോന്നുന്നു. അതിൻ്റെ കൂടെ എന്തോ ഒരു ചട്നി ഉണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മി മഞ്ജുവിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊട്ടഗല്ലു എന്ന ബോർഡറിലേക്ക്, നേപ്പാൾ ബോർഡറിലേക്ക് ഇന്ന് അവിടെ സ്റ്റേ, അങ്ങനെ എന്തോ ഒരു പേരാണ്. ഇന്ന് അവിടെ സ്റ്റേ ആയിരിക്കും. ഏകദേശം 3 days അവിടെ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് 28, 29, 30 നമുക്ക് അലൗഡ് അല്ല കൈലാസത്തേക്ക്. അവിടെ സാഗ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. സോ ഞങ്ങൾ 3 ദിവസം അവിടെ തന്നെ ആയിരിക്കും ഇന്ന് അവിടെ സ്റ്റേ. ഇന്ന് അവിടെ തന്നെയാണ് സ്റ്റേ 3 days. 3 days കഴിഞ്ഞ ശേഷം നമ്മൾ കേറും അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുള്ളൂ, ചൈന ടിബറ്റ് ബോർഡർ. അപ്പോൾ ഇന്ന് 3 ദിവസം അവിടെയാണ്. പറഞ്ഞില്ലേ സാഗ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നമുക്ക് 3 days എന്തായാലും കുറച്ച് ബ്ലോക്കിലാവാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടെ നേപ്പാളിൻ്റെ ബോർഡർ, നേപ്പാളിൻ്റെ ബോർഡർ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തുമ്പോൾ കുറച്ച് സൈറ്റ് വ്യൂ വീഡിയോ എടുക്കട്ടെ, കണ്ടോളൂ കേട്ടോ. മൊബൈലിൽ നമുക്ക് എത്രത്തോളം എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. മൊബൈലിൽ എന്താ വെച്ചാൽ ഇത് ശരിക്കും നേരിട്ട് കണ്ടാൽ കാണേണ്ട എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും ഫോണിൽ കൂടെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സംഭവമേ അല്ല ഇതൊക്കെ. വാവെന്ന് മാത്രമല്ല, എക്സ്ട്രാ ഓർഡിനറി, ടു അമേസിങ്. ഞങ്ങളുടെ പരാശക്തി പ്രകൃതി ദേവി അമ്മയുടെ കൃഷ്ണ ഭഗവാനെ ജയ് കേദാർ, ജയ് ബദ്രി, സൂര്യ ഭഗവാൻ की ജയ്, ഹര ഹര മഹാദേവ്. കൃഷ്ണ അയ്യോ കുലുങ്ങുന്നുണ്ട്. വീഡിയോ ഒക്കെ ചിലപ്പോൾ ഇളകിയിട്ടൊക്കെ ചിലപ്പോൾ കാണും. കാരണം ഞങ്ങൾ കൃഷ്ണ ഭഗവാനെ നാരായണ ഹര ഹര മഹാദേവ്, ഗോവിന്ദ ഹരേ കൃഷ്ണ. അയ്യോ വ്യൂസ് പോയാ ഈ വെള്ളം ചാടുന്നു, ഇത് മൊബൈൽ വീഴും. ഇത് കൃഷ്ണ. ഓക്കെ, ഇനി കുറച്ച് ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ വണ്ടി കുലുങ്ങുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ഫോണ് എങ്ങാനും മറ്റേ ഇതായി പോയാൽ പ്രശ്നം. അപ്പോൾ ഇനി കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാണാം. ഇത് കൊട്ടേക്കോശി പറഞ്ഞ നദിയാണ് കേട്ടോ. ഞങ്ങൾ മിലിറ്ററിക്കാരി അവര് ഇറങ്ങണു. നീ ആരെ പെട്ടേ? ആരോ പോയിട്ടിരിക്കുന്ന ഒരു പെണ്ണ് ഇറങ്ങുന്നു. ട്രെയിനിങ്ങാ എന്നത്? ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. ഓ മൈ ഗോഡ്, ഇതല്ല ഇത്. എടുത്തോ അത് തലേന്ന്
അടിപൊളി സീനായിരുന്നു. എല്ലാവരും വാഷ്റൂമിൽ വന്നേക്കാണ്. കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, സോറി. കൊള്ളാം എല്ലാം. ഇതുണ്ട് ഇവിടുത്തെ വ്യൂ. ഇവിടെ നദിയാണ്, തൃശ്ശൂൽ എന്ന് പറഞ്ഞിട്ടെന്തോ നദിയുടെ പേര്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതാണ്. വീഡിയോ എടുക്കാൻ ഇടയിൽ മറന്നുപോയി. പപ്പടം ഉണ്ട്, കയ്പ്പയ്ക്ക കൊണ്ടാട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ട്, ചോറുണ്ട്, പിന്നെ ആസ് യൂഷ്വൽ കക്കരിക്ക. ഹലോ, ഞങ്ങൾ ഇതെന്താണല്ലേ, ഞങ്ങളിപ്പോൾ ഒരു റൂം എടുത്തിക്കേട്ടോ, ചൈന നേപ്പാൾ ബോർഡറിൻ്റെ ഇടയിൽ. അപ്പം നമ്മളിവിടെ സ്റ്റേ ആണ്. 3 ദിവസം ഞങ്ങൾ ഇവിടെയാണ്. ഞാൻ പറഞ്ഞ സാഗ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ കൈലാസിയുടെ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് ഇന്ത്യക്കാർക്ക് നമുക്കിവിടെ 3 ദിവസം കഴിഞ്ഞിട്ട് ഇന്ത്യക്കാർക്ക് അലൗഡ് ഉള്ളൂ. സോ ഓൾമോസ്റ്റ് 29th ആകുമ്പോഴേ നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. 3 ദിവസം ഞങ്ങൾ ഈ മലയായിട്ട് ഞങ്ങളിവിടെയാണ് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓക്സിജൻ ലെവൽ ഞങ്ങൾ നമ്മുടെ ക്ലൈമറ്റായിട്ടൊന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും 3 ദിവസം നമുക്ക് മെഡിറ്റേഷനും നമുക്ക് ഈ കാറ്റും നമുക്ക് ഇതെല്ലാം നമ്മളൊന്ന് എല്ലാം നമ്മൾ ശരിയായിട്ട് പൊരുത്തപ്പെടണം. സോ 3 days ഞങ്ങളിവിടെ സ്റ്റേ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയടിക്ക് നമുക്ക് വേഗം കൈലാസം പോകാൻ പറ്റില്ല. ഞങ്ങളിവിടെ തന്നെയാണ്. ഇതാ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. ഞങ്ങളുടെ ഈ മലയുടെ ആദ്യമായിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ താമസിക്കണം കേട്ടോ. അതും ഈ മലയൊക്കെ ഞാൻ ലൈഫിലൊക്കെ ഞങ്ങളിങ്ങനെ കാണാറുണ്ടോ, ഇങ്ങനത്തെ മലയൊക്കെ. ഞങ്ങൾ ഈ പാലക്കാട് ഒറ്റപ്പാലും മലമ്പുഴയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിക്കേ, ഇത്ര വലിയ മലയുടെ അടിയിലാത്ത ഞങ്ങൾ താമസിക്കുന്നത് ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ കാറ്റാണെങ്കിൽ നല്ല കാറ്റാട്ടോ, രാത്രി നല്ല തണുപ്പായിരിക്കും. ഇതാണ് ഞങ്ങളുടെ റൂം. നമ്മൾ 4 പേരും ഇവിടെയാണ്. ഞാൻ എന്നെക്കൊണ്ടാവുന്ന കുറച്ച് അപ്ഡേഷൻ തരുന്നുണ്ട്. അപ്പോൾ വ്ളോഗൊക്കെ കാണുക, അതിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, കാണുക. അതൊക്കെ തന്നെയാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോവോ? ഇപ്പോൾ വൈഫൈ ആണ് കംപ്ലീറ്റ്. റൂമിൽ കിട്ടുന്ന വൈഫൈയിൽ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കണം. അത് വിട്ടാൽ നമുക്ക് വൈഫൈ ഇല്ല, ഒന്നുമില്ല. ഇൻ്റർനാഷണൽ റൂമിലേക്കൊക്കെ തെറിച്ച് പോവുക, പൈസയൊക്കെ അടിച്ചങ്ങോട്ട് GB ഇതൊക്കെ പോവുക. ഒന്നും നമ്മളൊക്കെ നെറ്റ് ഓഫാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കഴിഞ്ഞു ഒന്നും രാവിലത്തോടെ എന്റേതാ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടാ. 1500 രൂപ ഞങ്ങളുടെ റൂമിങ് ഇൻ്റർനാഷണൽ ചാർജ് നേപ്പാളിൻ്റെ. അതെന്താ ഇന്നലത്തോടെ കഴിഞ്ഞു, ഈശ്വര. അപ്പോൾ മാക്സിമം ഞങ്ങളുടെ നാട്ടിലത്തെ എത്രയോ 195 റീചാർജ് ചെയ്തു 15 GB. അതൊന്നും ഇവിടെ ഉപയോഗിക്കാനേ പറ്റുന്നില്ല. എത്ര GB അറിയോ ബാക്കി? അത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഇതിലേക്ക് വരുന്നില്ല, നോക്കി വരുന്നില്ല. GB ഒന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇനി 1500 രൂപ ഇനിയും കയറ്റണ്ടേ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഉള്ള വൈഫൈയിൽ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇവിടുന്ന് വിടുമ്പോഴല്ലേ, അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഫുൾ ട്രാവലിംഗ് ആയതുകൊണ്ട് നമുക്കൊന്നും സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി റൂമിലേക്കുമ്പോൾ ഇതാ ഫുൾ മലയാണ്, നല്ല ക്ലൈമറ്റ്. എന്തായാലും 3 ദിവസം ഇവിടെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ റൂമിലെത്തി, എല്ലാവരും റെസ്റ്റ് എടുക്കണം. ഞങ്ങൾ 3 ദിവസം ഇവിടെ റൂമിലായിരിക്കും താമസിക്കുന്നത്. കാരണം നമുക്ക് അവിടെ ടിബറ്റിൻ്റെ അവിടെ, ടിബറ്റല്ലേ ബോർഡറിൻ്റെ അവിടേക്ക് ഇവിടെ സാഗ ഫെസ്റ്റിവൽ നടക്കുന്ന കാരണം നമുക്ക് 3 ദിവസത്തേക്ക് അവിടെ അലൗഡ് അല്ല. സോ ഞങ്ങളിവിടെ 3 ദിവസം ഞങ്ങളിവിടെ റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. നമുക്കിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഇവിടെ റൂം കാണിച്ചു തരാമൊന്നുമില്ല. 4 പേരുണ്ട് റൂമിൽ കിടക്കുന്നുണ്ട്. ഞാനിവിടെ പിന്നെ അതവിടെ മലയാണ്, ഇഷ്ടം പോലെ നമുക്ക് മല ആസ്വദിച്ചുകൊണ്ടിരിക്കാം. ഈ എമി പുഴയുടെ സൗണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം. യെസ്, അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടുത്തെ ചായ നോക്കിക്കേ, അയ്യോ വെള്ളത്തിൽ ഷോ എങ്ങനെയാണ് അത് കുടിക്കുന്ന അറിയില്ല. മസാല ചായ എന്നാ പറയുന്നത്. 2 ബിസ്ക്കറ്റ് കിട്ടി. സോ
ചായ കുടിക്കുകയാണ്. ഞാൻ പൊതുവെ ചായ കുടിക്കാറില്ല, പക്ഷെ കോഫി ഇല്ല, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ചായയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. സോ അവരെല്ലാവരും അവിടെ ഉണ്ട്. ഞങ്ങൾ വേറെ ഹോട്ടലായതുകൊണ്ട് നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെ അറിയോ? ഇതാ ഇതാണ് ഇവിടുത്തെ ഇപ്പോൾ വൈകുന്നേരത്തെ കിട്ടിയ എനിക്ക് എൻ്റർടൈൻമെൻറ്റായി കിട്ടിയത് ഈ സംഭവം കേട്ടോ. ഇപ്പോൾ ഡിന്നർ ടൈമിംഗ് ആണ്. എങ്ങനെ 3 ദിവസം തടി നിൽക്കുന്നല്ലേ. എന്തായാലും ഇവിടെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഭയങ്കര എൻ്റെ ലവ് മാരേജും ഞങ്ങളുടെ ആഫ്റ്റർ മാരേജും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു നടന്നത്. നീ തിരക്കിടതോ അങ്ങനെ എല്ലാ 3 ദിവസം ഇങ്ങനെ തള്ളി നിൽക്കണം എന്ന് പറഞ്ഞ് നിൽക്കുക. എന്താവും അറിയില്ല. ചൈനക്കാരെ എങ്ങനെ ഞങ്ങളൊന്ന് കടത്തി വിടുന്നേ. ഇത്രയും എൻ്റെ പവർഫുൾ ഇന്ത്യയുടെ കണ്ടാവും. ബാക്കി എല്ലാ അതോ നാഷണാലിറ്റീസ് വിടുന്നുണ്ട്. ഇന്ത്യയുടെ മാത്രം കുറിച്ച് വെച്ചിരിക്കുക. അവരെങ്ങനെ 3-4 ദിവസം കഴിഞ്ഞിട്ട് വിടുള്ളൂ എന്ന്. ഈ 3 ദിവസം ഡ്രസ്സാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. ഇവിടെ ലോണ്ടറി ആണെങ്കിൽ കിട്ടത്തിലൂടെ ഭയങ്കര തണുപ്പ്, ഉണങ്ങാൻ പ്രയാസം, ഇന്നർവെയറും മാവേറും ഒക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നമുക്ക് വേണമെങ്കിൽ ഓഗസ്റ്റിൽ വരാം, പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ മെയ് മാസത്തിൽ ഈ സാഗാ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഓഗസ്റ്റ് ആണെങ്കിലും ജൂൺ കഴിഞ്ഞു. പിന്നെ ജൂലൈ ഓഗസ്റ്റ് ജൂലൈയിലൊക്കെ നല്ല മഴ ഇവിടെ കേട്ടോ. ഓഗസ്റ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് എന്നൊക്കെ പറയണം. സോ എന്തായാലും ഈ ഫെസ്റ്റിവലിന് എത്താൻ തന്നെ ഒരു ഭാഗ്യം തന്നെയല്ലേ. കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അല്ലേ. ഇറ്റ്സ് അവർ ഡേ കഴിഞ്ഞു. ഇന്നത്തെ ഡേ അവസാനിച്ചു. ഇനിയിപ്പോൾ നാളെ എന്താണെന്നറിയില്ല, നാളത്തെ ഡേ. കാരണം 3 ദിവസം ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ പോകുന്നു പറയുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി റൂമിൽ. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്, ഞാൻ, അമ്മ, മഞ്ജാനി, വിഷ്ണുപ്രിയാനി. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി നേരെ സ്ട്രേറ്റ് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഉറങ്ങാനായിട്ടില്ല, 8:30 ആയിട്ടുള്ളൂ ഇവിടെ. അപ്പം ഞങ്ങളെന്താ പോട്ടെ. സോ സീ യു നെക്സ്റ്റ് വ്ളോഗ്. ബൈ.